അങ്ങനെ ഇവർ ലാൻഡ് ഓഫ് വേവ്സിൽ എത്താറായിട്ടുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ടാസുനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് ശരിക്കും ഉണ്ടായത്, എന്തിനാണ് അവരെല്ലാവരും നിങ്ങളെ കൊല്ലാൻ നോക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ടാസുന കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കാരണക്കാരൻ ഒരു ബിസിനസ്മാനാണ്, അങ്ങേരെ പേര് ഗാട്ടോ എന്നാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ കമ്പനി അതേപോലെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലുണ്ട്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ ഇവരെ കയ്യിൽ നിന്ന് തട്ടിയെടുത്ത് ഓഷ്യൻ വഴി പോകുന്ന കാര്യങ്ങളും, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാനോ ഒന്നിനും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ലാൻഡ് ഓഫ് വേവ്സിൽ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊരു രക്ഷ കണ്ടുപിടിക്കണമെങ്കിൽ അവർക്ക് ഇവിടെ ഒരു പാലം പണിയണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ ബ്രിഡ്ജ് ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രിഡ്ജ് ബിൽഡ് ചെയ്യുന്ന ആളാണ് നമ്മുടെ ടാസുന. അതുകൊണ്ടാണ് ടാസുനെ കൊല്ലാൻ നോക്കുന്നത്. അങ്ങേര് ആ ബ്രിഡ്ജ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗാട്ടോയുടെ പരിപാടികളൊന്നും നടക്കത്തില്ല. അതുപോലെ തന്നെ ഇതുപോലെ ടാക്സ്, ഗവൺമെൻറ് എല്ലാം അങ്ങേരെ കീഴിലാണ്, അത്രയ്ക്ക് പണം അങ്ങേരെ കയ്യിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങേര് ആ പണം വെച്ചിട്ട് തന്നെ ഒരുപാട് അസാസിനേഷനും അതുപോലെ തന്നെ ഒരുപാട് നിഞ്ചാസിനെയൊക്കെ അങ്ങേരെ കൂട്ടത്തിൽ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ നമ്മളെ കൊല്ലാൻ നോക്കുന്നത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയാണ്. അപ്പോൾ ഇവരെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ടാസുനേനെ കൊണ്ടുവന്ന് ആ ലാൻഡ് ഓഫ് വേവ്സിലാക്കിയിട്ട് തിരിച്ചു വരാമെന്നുള്ള മിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങേരെ കയ്യിൽ കാശില്ലാത്തത് കൊണ്ടും അതുപോലെ ലാൻഡ് ഓഫ് വേവ്സ് നല്ല പുവറായിട്ടുള്ള രാജ്യം ആയതുകൊണ്ടുമാണ് ഇതൊരു എ റാങ്ക് ബി റാങ്ക് മെഷീനാണ്. അപ്പോൾ അതുകൊണ്ട് അതിന് കൊടുക്കാൻ എമൗണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് നോർമൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാർഡ്സിനെ പോലെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരു സി റാങ്ക് മെഷീനാക്കി മാറ്റിയത്. അങ്ങനെ ഇവർ ടാസുനാനെ ഗൈഡ് ചെയ്തുകൊണ്ട് ഗാർഡ്സിനെ പോലെ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇവരെ ആരും അസാസിനേഷൻ ചെയ്യാൻ നോക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതാരാണെന്ന് അറിയാൻ വേണം ഇവർക്ക്. അപ്പോൾ ഇവർ പോണ ഇടയിൽ നമ്മൾ നറൂട്ടോ ആണെങ്കിൽ അവിടെ ആരോ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് കത്തിയൊക്കെ വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ആ ടൈമിൽ അതൊരു റാബിറ്റിൻ്റെ കൂട്ടത്തിലാണ് വന്ന് വീഴുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ കക്കാശിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട്, ഇത് പോണ സ്ഥലത്ത് കാണുന്ന ടൈപ്പ് റാബിറ്റ് ആണല്ലോ, ആ റാബിറ്റ് എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുള്ള രീതിയിൽ അവൻ ചിന്തിക്കുകയാണ്. അപ്പോൾ ഇത് ആരോ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് ഇവിടെ നിന്ന് മാറിയതാണ്, ആരോ ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ കക്കാശി സൂക്ഷിച്ച് നോക്കുകയാണ്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ സാബൂസ ഒരു മരത്തിൻ്റെ മേലെ നിന്ന് സംസാരിക്കുകയാണ്. ആ ഡീമൻ ബ്രദേഴ്സ് തോറ്റയിൽ യാതൊരു അത്ഭുതവും ഇല്ല, കാരണം ഇത് കക്കാശി ഓഫ് ദ ഷെറിങ്കനാണ്, കോപ്പി നിഞ്ചയാണ്, അതുകൊണ്ടാണ് ഇവർ തോറ്റത് എന്നുള്ള രീതിയിൽ ചിന്തിക്കുകയാണ്. അങ്ങനെ സാബൂസയാണെങ്കിൽ അവൻ്റെ കത്തി വലിച്ചെറിയുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇവരെല്ലാവരും ഡോട്ട് ചെയ്ത് രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ സാബൂസ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ അറിയാം, നീ കക്കാശി ഓഫ് ദ ഷെറിങ്കൻ അല്ലേ, അതുപോലെ നിനക്ക് കോപ്പി ചെയ്യാൻ 1000-ൽ പരം ജുറ്റ്സുവിനെ കോപ്പി ചെയ്യാൻ അറിയാം, ഞങ്ങളുടെ ബിങ്കോ ബുക്കിൽ നിന്നെ ലിസ്റ്റിലുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയാണ്. അപ്പോൾ ഈ ടൈമിൽ നറൂട്ടോയ്ക്ക് ഒന്നും മനസ്സിലായിട്ടില്ല എന്താണ് ഷറിങ്കൻ എന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാസ്കെ പറയുന്നുണ്ട്, ഷറിങ്കൻ എന്ന് പറയുന്ന ഒരു ഡോജുട്സു ആണ്, അതൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് എബിലിറ്റിയാണ്, അത് ഐൻ്റെ എബിലിറ്റിയാണ്. അതുപോലെ തന്നെ ആ ഷറിങ്കൻ ഉണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ നിൻജുട്സു ആണ്, ഏതൊക്കെ ഗെൻജുട്സു അതുപോലെ തന്നെ ടായ്ജുട്സു ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. അതുപോലെ തന്നെ ഷറിങ്കനുള്ള ആൾക്ക് ഒരാളുടെ മൂവ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, അതുപോലെ നിൻജുട്സു യൂസ് ചെയ്യുന്നത് കോപ്പി ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ടായ്ജുട്സു അതൊക്കെ കോപ്പി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ സാസ്കെ ആണെങ്കിൽ ചിന്തിക്കുകയാണ്, നമ്മുടെ ഉച്ചിയ ക്ലാനിലുള്ള ആൾക്കാർക്ക് മാത്രമേ ഷറിങ്കൻ ഉള്ളൂ, അപ്പോൾ ഇതെങ്ങനെ കക്കാശിക്ക് കിട്ടി, അതുപോലെ കക്കാശി ഇനി ഒരു ഉച്ചിയ ക്ലാനാണോ എന്നുള്ള രീതിയിലൊക്കെ സംശയിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ സാബൂസ ആണെങ്കിൽ വെള്ളത്തിൽ നിന്നിട്ട് നല്ല തിക്കറായിട്ടുള്ള ഒരു മിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആർക്കും സാബൂസേനെ കാണാൻ സാധിക്കുന്നില്ല. അങ്ങനെ സാബൂസ ആണെങ്കിൽ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഇവർ 3 പേരുണ്ട്, നറൂട്ടോയും സാസ്കയും സാക്കുറയും മാഞ്ചി ഫോർമേഷനിൽ നിന്നിട്ട് പോലും അതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുകയാണ് സാബൂസ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ കക്കാശി ആണെങ്കിൽ ഓടിപ്പോയിട്ട് നേരെ സാബൂസേനെ കുത്തുന്നുണ്ട്. പക്ഷേ അതൊരു വാട്ടർ ക്ലോൺ ആയിരുന്നു. അപ്പോൾ ഈ ടൈമിൽ ബാക്കിൽ നിന്ന് ഒറിജിനൽ ആയിട്ടുള്ള സാബൂസ ആണെങ്കിൽ വന്നിട്ട് നമ്മുടെ കക്കാശീനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ കക്കാശി ആണെങ്കിൽ 2 പീസായി മുറിഞ്ഞു, പക്ഷേ അതും ഒരു വാട്ടർ ക്ലോൺ ആയിരുന്നു. അപ്പോൾ ഈ ടൈമിൽ സാബൂസ ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ സാബൂസ ഈ ടെക്നിക്ക് യൂസ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ നമ്മുടെ കക്കാശി ആണെങ്കിൽ അത് കോപ്പി ചെയ്തിട്ട് അതേ ജുട്സ് തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതാണെങ്കിൽ കക്കാശിയുടെ ഷറിങ്കൻ യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. അപ്പോൾ ഈ ടൈമിൽ കക്കാശി ആണെങ്കിൽ നേരെ സാബൂസയുടെ ബാക്കിൽ നിന്ന് വന്നിട്ട് കത്തി വെക്കുകയാണ് കഴുത്തിൽ. എന്നിട്ട് പറയാണ്, സാബൂസ നിനക്ക് ഇനി രക്ഷപ്പെടാൻ സാധിക്കില്ല എന്നുള്ള രീതി പറയാണ്.